ചീഫ് ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അതിൻ്റെ ആ സർക്കാസത്തിൻ്റെ കുന്തമുന കോടതിയല്ല, കോടതി ഉണ്ട് അതിൽ, അത് കേന്ദ്ര ഭരണകൂടം തന്നെയാണ്. അങ്ങനെ അതിൽ പറയുന്ന കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ വിരമിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനും ഞങ്ങൾ രാജ്യസഭാ അംഗത്വം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കോടതിക്കെതിരുള്ളത് മാത്രമല്ലോ, ഭരണകൂടത്തിനെതിരുള്ളത് കൂടിയാണ്. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അവരുടെ മാനിഫെസ്റ്റോയിലുണ്ട്. മൊത്തം GDP-യുടെ ഇത്ര % ഞങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&Dക്ക് വേണ്ടി ചിലവഴിക്കും എന്ന് പറയുന്നുണ്ട്. അത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ പഠിക്കുന്നത് ബോസ്റ്റണിലാണ്, US ബോസ്റ്റണിലാണ് പഠിക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് കാണുന്നില്ല. നമ്മൾ കേരളത്തെക്കുറിച്ചാണ് ആശങ്ക പറയുന്നത്. കേരളത്തിൽ നിന്ന് യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് യുവാക്കൾ ഏത് വിധേനയും ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ആളുകൾ, ഗവേഷക വിദ്യാർത്ഥികൾ, ഒരാളും ഇന്ത്യയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ മേഖലയിലുള്ള ഒന്നും ഇന്ത്യയിൽ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ പോലും അഡ്മിഷൻ നേടേണ്ടതില്ല, അവിടെ നിൽക്കേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയാണ്. ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ റിയലാണ്. അത് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് വരുന്ന ഡിക്കേഡ്സിലുണ്ടാക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഈ പ്രീമിയർ സ്ഥാപനങ്ങൾ മുഴുവൻ ജാതിയുടെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുമ്പേ അതങ്ങനെയാണ്, ഇന്ന് അത് രൂക്ഷമാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 12 വർഷമായി മോദി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സയൻസ് ശാസ്ത്ര മേഖലയ്ക്കും ഗവേഷണ മേഖലയ്ക്കും 10 പൈസ നീക്കി വയ്ക്കുന്നില്ല. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ മുഴുവൻ റെപ്യൂട്ടേഷൻ ഇടിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.